അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം അമിതാർത്ഥവകാരിയുടെ ആരാധനയെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ്. അമിതാർത്ഥവകാരിക്ക് ആരാധനകൾ നിർബന്ധമാകുമോ എന്നൊരു സംശയം. അതിന് മറുപടി നിസ്കാരം, നോമ്പ് തുടങ്ങിയവ നിർബന്ധമാണ് എന്ന്. മറ്റൊന്ന്, അവരുടെ നിസ്കാരത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന്. അതിന് മറുപടി നിസ്കാര സമയം പ്രവേശിച്ച ശേഷം രക്തപ്രവാഹമുണ്ടെങ്കിൽ ഊഹ്യസ്ഥാനം കഴുകി പരുത്തിയോ മറ്റോ വെച്ച് ശേഷം രക്തമൊലിക്കുന്ന പക്ഷം അതിൻ്റെ മുകളിൽ കൂടി ശീല പോലോത്തത് കൊണ്ട് ഭദ്രമാക്കലും നിർബന്ധമാണ്. കെട്ടിയ ഉടനെ തന്നെ വുളൂ ചെയ്ത് നിസ്കരിക്കണം. വുളൂ എടുത്ത ശേഷം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടരുത്. നോമ്പുള്ളവൾ പഞ്ഞി വെക്കുമ്പോൾ ബാഹ്യഭാഗത്ത് മാത്രമാവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. മറ്റൊന്ന്, ഓരോ നിസ്കാരത്തിനും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോയെന്ന്. അതിന് മറുപടി ചെയ്യണം. ഒരു വുളൂ കൊണ്ട് ഒരു ഫർള് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. സുന്നത്ത് നിസ്കാരം എത്രയും ആവാം. മറ്റൊന്ന്, മേൽ വിവരിച്ച രൂപത്തിൽ വുളൂ എടുത്ത ശേഷം നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് രക്തം നിലച്ചാൽ വീണ്ടും വുളൂ ചെയ്യേണ്ടതുണ്ടോ എന്ന്. അതിന് മറുപടി വീണ്ടും ഗുഹ്യസ്ഥാനം കഴുകി വുളൂ എടുത്ത് നിസ്കരിക്കണോന്ന്. മറ്റൊന്ന്, നിസ്കാരം പൂർത്തിയായ ശേഷമാണ് രക്തം മുറിഞ്ഞതെങ്കിലോ എന്നൊരു സംശയം. അതിന് മറുപടി എന്നാൽ വുളൂ നിസ്കാരവും അടയ്ക്കേണ്ടതില്ല എന്ന്. മറ്റൊന്ന്, നിസ്കാര സമയം അല്പനേരം രക്തനിലക്കൽ പതിവുണ്ടെങ്കിൽ ആ സമയം വരെ നിസ്കാരത്തിന് കാത്തിരിക്കണോ എന്ന്. അതിന് മറുപടി വുളൂഇനും നിസ്കാരത്തിനും സൗകര്യമാകുന്ന സമയം രക്തം മുറിയൽ പതിവുണ്ടെങ്കിൽ ആ സമയവും പ്രതീക്ഷിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിസ്കാരം പൂർത്തിയായതിന് ശേഷമാണ് രക്തം മുറിയുന്നതെങ്കിലും വുളൂഉം നിസ്കാരവും അടയ്ക്കേണ്ടതാണ്. മറ്റൊന്ന്, ആർത്തവകാരിയെ പോലെ തന്നെ അമിതാർത്ഥവകാരിയുമായും ഭർത്താവിന് ബന്ധപ്പെടാൻ വിലക്കുണ്ടോ എന്ന്. അതിന് മറുപടി ഇല്ല, ബന്ധപ്പെടാവുന്നതാണ്. രക്തസ്രാവത്തിനിടയിൽ കുളിക്കാമോ? ശേഷം കുളി നിർബന്ധമാകുമോ? അതിന് മറുപടി ശേഷം കുളി നിർബന്ധമാണ്. പ്രസവാനന്തരം രക്തസ്രാവമില്ലെങ്കിലും കുളിക്കണം. പിന്നീട് ജനാബത്ത് ഉണ്ടായാലും കുളിക്കണം. അഴുക്കും വിയർപ്പും അകറ്റാൻ ഇടയിൽ എപ്പോഴും എത്രയും കുളിക്കൽ നല്ലതാണ്. പ്രസവത്തോട് ചേർന്ന് നിഫാസ് ഉണ്ടായാൽ പ്രസവത്തിന് പ്രത്യേകം കുളിക്കണോ? വേണ്ട. നിഫാസ് മുറിയുമ്പോൾ കുളിച്ചാൽ മതി. ഓരോ സമയം ഒന്നിലധികം കാരണമുണ്ടാവാൻ ഓരോന്നിന് കാരണമുണ്ടായാലും കുളി ഒന്ന് മതി. കുളിയുടെ ഫർളുകളെക്കുറിച്ചും ഇനി എങ്ങനെയാണ് നിയ്യത്ത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഓരോ സന്ദർഭങ്ങളിൽ ഓരോന്ന് പഠിക്കാം. അമിതമായി പഠിച്ചുകൊണ്ടേ ഒന്നും മനസ്സിലാവില്ല. അല്ലാഹു തആല പഠിക്കാനും പഠിച്ചതനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടെ നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.